മുഖ്യമന്ത്രി പിണറായി വിജയൻ നവംബർ 7-ന് കുവൈത്ത് സന്ദർശിക്കും. സന്ദർശനത്തിന്റെ ഭാഗമായി കുവൈത്തിൽ വിപുലമായ ജനകീയ സംഘാടക സമിതി രൂപീകരിച്ചു. കുവൈറ്റ് സന്ദർശിക്കുന്ന കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സന്ദർശനം വിജയകരമാക്കാൻ കുവൈത്തിലെ മലയാളി സമൂഹം ഒത്തുചേർന്നു. നവംബർ മാസം 7-ാം തീയതിയാണ് കേരള മുഖ്യമന്ത്രി കുവൈറ്റ് സന്ദർശിക്കുന്നത്. കുവൈത്തിലെ മലയാളി സമൂഹത്തിന്റെ പൊതുസ്വീകരണം ഏറ്റുവാങ്ങിക്കൊണ്ട് മുഖ്യമന്ത്രി പൊതുസമ്മേളനത്തിൽ സംസാരിക്കും. സാംസ്കാരിക വകുപ്പ് മന്ത്രി സജി ചെറിയാനും നോർക്ക ഡയറക്ടർ ബോർഡ് അംഗങ്ങളും മുഖ്യമന്ത്രിയോടൊപ്പം സന്ദർശന വേളയിലുണ്ടാകും. അബ്ബാസിയ യുണൈറ്റഡ് ഇന്ത്യൻ സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് ചേർന്ന ആലോചനാ യോഗത്തിൽ കുവൈത്തിലെ പൗരപ്രമുഖർ, സംഘടനാ പ്രതിനിധികൾ, വ്യവസായ സംരംഭകർ, സാമൂഹ്യ പ്രവർത്തകർ, മാധ്യമപ്രവർത്തകർ ഉൾപ്പെടെ നിരവധി പേരാണ് പങ്കെടുത്തത്. ലോക കേരള സഭ അംഗങ്ങളുടെയും മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്ററിന്റെയും നേതൃത്വത്തിലാണ് മുഖ്യമന്ത്രിയെ സ്വീകരിക്കുന്നതിന് ആവശ്യമായ തയ്യാറെടുപ്പ് യോഗം നടന്നത്. ലോക കേരള സഭ അംഗം മണിക്കുട്ടൻ എടക്കാടിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ സെക്രട്ടറി ജെ സജി മുഖ്യമന്ത്രിയുടെ സന്ദർശനത്തെക്കുറിച്ചുള്ള വിശദീകരണം നടത്തി. തുടർന്ന് സംസാരിച്ച മുഴുവൻ ആളുകളും സ്വീകരണ പരിപാടി വിജയിപ്പിക്കാനും ആവശ്യമായ എല്ലാ പിന്തുണയും വാഗ്ദാനം ചെയ്തു. കുവൈറ്റിലെ 4 മുഖ്യധാരാ സംഘടനാ പ്രവർത്തകരും ചടങ്ങിൽ സംബന്ധിച്ചു. സംഘാടക സമിതിയുടെ രക്ഷാധികാരികളായി KG എബ്രഹാം, ജോയൽ ജോസ്, ശ്രീജിത്ത് KS, അഫ്സൽ ഖാൻ, ബാബു എരിഞ്ചേരി, ഹംസ പയ്യന്നൂർ, അയ്യൂബ് കേച്ചേരി, അബീദ്, സുരേഷ് KP, അബ്ദുൽ അസീസ് എന്നിവരെയും സംഘാടക സമിതി ചെയർമാനായി ഡോക്ടർ അമീർ, വർക്കിംഗ് ചെയർമാൻ മാത്യു ജോസഫ്, ജനറൽ കൺവീനർ ജെ സജി, കൺവീനേഴ്സ് മണിക്കുട്ടൻ എടക്കാട്, സത്താർ കുന്നിൽ, ബാബു ഫ്രാൻസിസ് എന്നിവരെയും കുവൈറ്റിലെ ലോക കേരള സഭാ അംഗങ്ങൾ, മലയാള മിഷൻ കുവൈറ്റ് ചാപ്റ്റർ അംഗങ്ങൾ എന്നിവരെ കോർഡിനേറ്റേഴ്സായും തെരഞ്ഞെടുത്തു. എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങളായി മലയാളി സംഘടനാ പ്രതിനിധികളെയും ആലോചനാ യോഗം തെരഞ്ഞെടുത്തു. 100 കണക്കിന് ആളുകൾ പങ്കെടുത്ത ചടങ്ങിന് ലോക കേരള സഭാ അംഗം TV ഹിക്മത്ത് സ്വാഗതം ആശംസിക്കുകയും LKS അംഗം സത്താർ കുന്നിൽ നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു. ന്യൂസ് ബ്യൂറോ, കുവൈറ്റ്.